ഹലോ ഗൈസ്, കൊതിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാരുതിയുടെ വാഗണാർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് സാധാരണ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറയുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ i10 സ്പോർട്സിൻ്റെ വീഡിയോയും അതുപോലെ ടിയാഗോ XT എന്ന് പറഞ്ഞ വേരിയൻ്റെയും 2 പ്രോഡക്റ്റിൽ നമ്മൾ ചെയ്തത് രണ്ടിൻ്റെ ഫുൾ ഓപ്ഷൻ ടിയാഗോയുടെ ഫുൾ ഓപ്ഷൻ വീഡിയോ നമ്മൾ ചെയ്ത് രണ്ടിൻ്റെ ഫുൾ ഓപ്ഷൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ 2 വീഡിയോയിലും ചെയ്തത് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന വേരിയൻറ്റിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത്. അപ്പം ഇന്ന് നമ്മൾ വാഗണാറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. വാഗണാറല്ല മാരുതിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു എന്താണ് ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ VXI ആണ്. നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇപ്പം തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം VXIയിൽ നമുക്ക് വാഗണാറിൽ പറയുമ്പോൾ 2 പ്രോഡക്റ്റ് വരും. ഒന്ന് 1 ലിറ്റർ എഞ്ചിനായിട്ടും പിന്നെ ഒന്ന് 1.2 ലിറ്റർ എഞ്ചിനായിട്ട് വരും. ഒന്ന് 3 സിലിണ്ടർ എഞ്ചിനും ഒന്ന് 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ VXIയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാം അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ഈ 2 കാര്യങ്ങളാണ് VXI എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ മാരുതി കൊടുക്കുന്നത്. അപ്പം ഈ VXI വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ വാഗണാറിൻ്റെ കീ വരുന്നത്. ഈ കീ നമുക്ക് എല്ലാവർക്കും പരിചയം കാണും, കാരണം വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് മാരുതിയുടെ ഒരു കീ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കീലെസ് എൻട്രി അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ സെൻട്രൽ ലോക്ക് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് കീലെസ് ആയിട്ട് അകത്തോട്ട് പോകാം. അപ്പോൾ അകത്തേട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് കളർ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡ്യുവൽ കളറാണ് ഫുൾ വരുന്നത്. ഒരു ബ്ലാക്ക് കളർ അതുപോലെ ഒരു ബീജ് കളർ. പിന്നെ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബീജ് കളറിൻ്റെ കൂടെ ഒരു ഡാർക്ക് ബീജ് കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ടോപ്പിലായിട്ട് ആ ഒരു ഡാർക്ക് ബീജ് കളർ കൊടുത്തിട്ടുണ്ട്. അതാണ് മൊത്തത്തിലൊരു കളർ നമുക്ക് തീം ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് വാഹനമാണ്. ഇത് നമ്മുടെ മാനുവൽ വേരിയൻ്റ് വാഹനമാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക്കിലും അതുപോലെ മാനുവലിലും വരുന്നത്. ഡോർ സൈഡിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡോറാണ്. കാരണം ഒരു ടോൾ ബോയ് ഡിസൈനിലുള്ള ഒരു വാഹനമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിപ്പമുള്ള ഒരു ഡോർ വന്നത്. അത്യാവശ്യം വാഹനത്ത് അത്യാവശ്യം നല്ല നീളവുമുണ്ട്. ആ ഒരു നല്ലൊരു നീളം നമ്മുടെ ഡ്രൈവർ ഡോർ സൈഡിൽ തന്നെ നമുക്ക് വിസിബിളാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ടൈപ്പ് പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽ ഒരു അലുമിനിയം ഫിനിഷാണ് ഡോർ ഹാൻഡിൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമല്ല ഒരു ടെക്സ്റ്റേഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 4 പവർ വിൻഡോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കീ വെക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ബോട്ടിൽ സ്പേസ് കാണാം, അതുപോലെ ഒരു ഫയൽ സ്പേസ് കാണാം. സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ട്യൂട്ടർ ഇവിടെ വരുന്നില്ല. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള നല്ല വലിപ്പമുള്ള ഒരു സീറ്റാണ്. നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഈ ഒരു VXI വേരിയൻറ്റിലൊക്കെ നേരത്തെ നമ്മൾ സ്വിഫ്റ്റ് വീഡിയോയിലൊക്കെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആയിരുന്നു ഡ്രൈവർ സൈഡിൽ വന്നിരുന്നത്. ഇത് ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പിന്നെ നമുക്ക് റിക്ലൈൻ ഫംഗ്ഷനുണ്ട്. സീറ്റിന് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്ക് സീറ്റിൽ വരുന്നില്ല. അതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് സീറ്റിന് വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. അതുപോലെ 3 സ്പോക്ക് ആണ് വരുന്നത്. ഡിസൈൻ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡിസൈനൊക്കെ പഴയ ഡിസൈനിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ഒരു അലുമിനിയം ഫിനിഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് സുസുക്കിയുടെ ലോഗോ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്മാർട്ട് പ്ലേ ഡോക്ക് കൺട്രോൾ ചെയ്യാൻ അതിൻ്റെ ഒരു മോഡ് സൗണ്ട് തുടങ്ങിയ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ മ്യൂട്ട് ചെയ്യാൻ ഫോൺ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലൂടൂത്ത് പെയറിംഗ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് കൺട്രോൾസ് നമുക്കിവിടെ കാണാം. ആ സൈഡിലായിട്ട് നമുക്ക് വൈപ്പർ കൺട്രോൾസാണ് വരുന്നത്. AC വെൻസും കാര്യങ്ങളെല്ലാം ഒരു റൗണ്ട് ഫിനിഷിലാണ് കൊടുത്തത്. AC വെൻറ്റ് ലോക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പുള്ളായി കഴിഞ്ഞാൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും. ഇവിടെ നമ്മളുടെ ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഡെമി സ്വിച്ചുകളാണ്. മാനുവൽ വേരിയൻ്റ് അല്ല, ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് വാഹനം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ സ്വിച്ച് വരുന്നത്. നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം. അകത്തോട്ട് കയറി ഇവിടെ അത്യാവശ്യം അഴുക്കുണ്ട്. സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ്. ബാക്കിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഒരു സ്പേസ് അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്ലസ്റ്റർ നമുക്ക് ഫുള്ളി മാനുവൽ എന്താണ് അനലോഗാണ്. ചെറിയൊരു ഡിജിറ്റൽ പോർഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് മൊത്തത്തിൽ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗം. വളരെ ചെറുതായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ വലുപ്പമൊന്നുമില്ല, വളരെ ചെറിയൊരു സൈസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അകത്തുള്ള പോർഷൻ നമുക്ക് അനലോഗാണ്. പിന്നെ ഒരു സെൻറ്ററിൽ നമുക്കൊരു കുഞ്ഞ് ഡിജിറ്റൽ പോർഷൻ കിട്ടും. അതിനകത്ത് നമുക്ക് ഏത് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ അറിയാൻ പറ്റും. അതുപോലെ എത്ര ഫ്യൂവൽ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ ടോട്ടൽ കിലോമീറ്റർ, ടൈം, ഡിസ്റ്റൻസ് എംറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. നമ്മുടെ സ്പീഡോമീറ്റർ അനലോഗായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് മുഖത്തോട്ട് തന്നെ അടിക്കും തോന്നുന്നു കേട്ടോ. ഈ ഒരു AC വെൻറ്റ്
നമ്മുടെ നേരത്തെ സ്റ്റിയറിംഗ് വീൽസിലെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. ചെറിയൊരു ഹോണാണ്, ഒരു സിംഗിൾ ഹോണാണുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. സ്മാർട്ട് പ്ലേ ഡോക്ക് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ഇത് കുറച്ച് തൊട്ട് അടുത്ത വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മ്യൂസിക് കേൾക്കാൻ വഴി, ഇതിനകത്ത് ഫ്യൂവൽ അലർട്ട് വാണിങ്, അതുപോലെ ഓക്സിലറി ഇൻപുട്ട്, അതുപോലെ USB ഇൻപുട്ട് തുടങ്ങിയ കാണാം. ഇത് മോഡിൻ്റെ ബട്ടണാണ്, മോഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത്. മെനു ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൺ കൺട്രോൾ ഓപ്ഷൻ, ഡിസ്പ്ലേ, മോഡ്. പിന്നെ ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാനും, ഇത് ഫോൺ ആൻസർ ചെയ്യാനുള്ള ബട്ടൺ, ഇത് ഫോൺ എൻഡ് ചെയ്യാനുള്ള ബട്ടൺ. വോളിയം നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാം, ട്യൂൺ ചെയ്യാം. നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുന്ന ഒരു ബട്ടണാണിത്. ഇത്രയാണ് ആ ഒരു സ്മാർട്ട് പ്ലേ ഡോക്കിനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹസാർഡ് ലൈറ്റ് കാണാം. നമ്മളുടെ AC കൺട്രോൾസ് എല്ലാം മാനുവലായിട്ടുള്ള AC കൺട്രോൾസാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് കുറച്ചുകൂടെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിനും കാര്യങ്ങൾക്കൊക്കെ നല്ലത്. ഇവിടെ നമുക്ക് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കാണാം. ഒരു ഫോണൊക്കെ വെക്കാനുള്ളൊരു ഏരിയ കാണാം. നമ്മളെ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, AMD ആണ്. അതിൻ്റെ ഗിയർ ലിവറും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഒരു കോയിനൊക്കെ വെക്കാനുള്ള സ്പേസ് കാണാം നമുക്ക്. ഇവിടെയും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം, പക്ഷേ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നമ്മുടെ പേഴ്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പേസാണ്. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഗ്ലൗ ബോക്സ് കാണാം. ഒരുപാട് സ്പേസ് ഇല്ല, എന്നാലും ഒരു മീഡിയം സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് എന്ന് പറയാം. ഇത് എയർ ബാഗിൻ്റെ പോർഷനാണ്, അത് ക്ലോസ്ഡ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ AC വെൻറ്റിലേഷൻ ഇവിടെയുണ്ട്, അവിടെ AC വെൻറ്റിലേഷൻ കാണാം. ഡാഷ്ബോർഡിനകത്ത് വലിയ ഡിസൈൻ കൺസെപ്റ്റ് ഒന്നുമില്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡാഷ്ബോർഡെന്ന് പറയാം. അത്യാവശ്യം വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കുന്നവർക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഡാഷ്ബോർഡിലുണ്ട്. ഇനി നമ്മുടെ പാസഞ്ചർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സീറ്റിൻ്റെ തൈ സപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു തൈ സപ്പോർട്ടുണ്ട്. അതുപോലെ ലാംബ സപ്പോർട്ടും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല എന്നൊരു കാര്യം മാത്രമേ ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അതുപോലെ ഡോർ സൈഡിലും നമുക്ക് ആ ഡ്രൈവർ സൈഡിൽ കണ്ട അതുപോലത്തെ ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസും ഒരു ഫയൽ സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിമ്മിങ് ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ എടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സൺബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മിറർ കാണാം, ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, സൺബ്ലൈൻഡ്, ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഡോർ ആദ്യം നോക്കാം. ബാക്ക് ഡോർ ഫ്രണ്ടിൽ അത്രയും വലിപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽ അലുമിനിയം ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ ബട്ടർ കാണാം. അതുപോലെ ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്, ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്, 4 സ്പീക്കർ വരുന്നില്ല. ബാക്കി എല്ലാം ടെക്സ്റ്റേഡ് പോർഷനിലാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കാണാൻ പറ്റുന്നത്. അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അകത്ത് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ ഫ്രണ്ടിൽ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ്, എന്നാലും നമുക്ക് ഇരിക്കാനുള്ള നല്ലൊരു ലെഗ് സ്പേസ് വാഹനത്തിനകത്തുണ്ട്. സെൻട്രൽ ടണലിന് വലിയ പൊക്കോ കാര്യങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതുപോലെ നമ്മുടെ ഹെഡ് റൂം, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഹെഡ് റൂം തന്നെയാണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും അതുപോലെ പിന്നെ പ്രായമായവർക്കും വളരെ നല്ല രീതിയിൽ വാഹനത്തിനകത്ത് കയറി ഏകദേശം ഒരു ഡോർ ഓപ്പണിംഗ് ആംഗിൾ കണ്ടില്ല, 90 ഡിഗ്രി ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ ആംഗിൾ കൂടിയാണ്. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡാണ് വാഗണാറിൻ്റെ. നമുക്ക് അകത്തോട്ട് കയറിയിരിക്കുമ്പോൾ നമ്മുടെ ഒരു ലെഗ് സ്പേസ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ്, അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഹെഡ് റൂം. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, മെയിൻ പൊളി സാധനമാക്കുന്നത്. അപ്പം വേറെ കാര്യങ്ങൾ, തൈ സപ്പോർട്ട് അങ്ങനെ ഒരുപാട് ഹെവി ആണെന്നൊന്നും പറയാനില്ല, അത്യാവശ്യം തൈ സപ്പോർട്ട് കുറവാണ്. അതുപോലെ ലാംബ സപ്പോർട്ടും വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ, ഒരു ആവറേജ് ആ കാര്യങ്ങളിലെല്ലാം. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല എന്നൊരു പോരായ്മ ഈ ഒരു വേരിയൻറ്റിൽ VXI വേരിയൻറ്റിൽ വരുമ്പോൾ നമുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അതൊരു അഡ്വാൻറ്റേജ്. നമുക്ക് കുറച്ച് ലഗേജൊക്കെ കൂടുതൽ ക്യാരി ചെയ്യണമെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ക്യാരി ചെയ്യാം. വേണമെങ്കിൽ ഒരു സീറ്റ് മാത്രം ഫോൾഡ് ചെയ്തിട്ട് കുറച്ച് ലഗേജ് വെക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത് 341 ലിറ്ററാണ്. അതുപോലെ ഒരു വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല ഒരു സൈസാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സ്റ്റെപ്പിന് വരുന്നതും സെയിം സൈസ് തന്നെയാണ്, 14 ഇഞ്ച് വീലാണ്, 165/70 പ്രൊഫൈലും വരുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്പിനായിട്ട് മാത്രമല്ല അത്യാവശ്യം നമുക്ക് റണ്ണിങ് ടയറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രൈസും അതുപോലെ ഓഫറുകളും അതുപോലെ മിനിമം ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം നമ്മളിന്ന് കാണുന്ന വേരിയൻറ്റ് ആദ്യം പറയാം. VXI എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. VXIയുടെ 1 ലിറ്ററിൻ്റെ പ്രൈസും കാര്യങ്ങളും ആദ്യം പറയാം. VXIയുടെ 1 ലിറ്റർ നമുക്ക് മാനുവൽ ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത് കേട്ടോ. ഏകദേശം 6,50,000 രൂപയാണ് 1 ലിറ്ററിൻ്റെ VXI മാനുവൽ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
AGS വരുമ്പോഴത്തേക്ക് 6,63,000 രൂപയാണ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്. അതുപോലെ ഇനി 1.2 ലിറ്റർ വരുമ്പോഴത്തേക്ക് മാനുവൽ വരുമ്പം 6,52,000 അതുപോലെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 7,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഓഫർ പറയാം. ഏകദേശം ഇതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഓഫറാണ്. ഏകദേശം 8,000 രൂപയാണ് അത് വരുന്നത്. പിന്നെ എംപ്ലോയീസിനും ഒരു കോർപ്പറേറ്റ് ഓഫർ എന്ന രീതിയിൽ ഏകദേശം 3,000 രൂപ. പിന്നെ എക്സ്ചേഞ്ച് എന്നുള്ള രീതി, എക്സ്ചേഞ്ച് ഒരു പഴയ വണ്ടി മാറ്റി ഒരു പഴയ വണ്ടി മാരുതിക്ക് തന്നെ കൊടുത്ത് പുതിയ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം 15,000 രൂപ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആ ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ ഏകദേശം ഒരു 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് എന്നുള്ള രീതിയിൽ കിട്ടും. അതാണ് 3 ഓഫറുകൾ. ഏകദേശം മൊത്തം 26,000 രൂപയ്ക്ക് അടുത്തുള്ള ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്. എല്ലാവർക്കും 26,000 രൂപ വരെ കിട്ടില്ല. അത് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അത്രയും ഓഫർ കിട്ടും. പിന്നെ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 70,000 തൊട്ട് 1,10 വരെ, AGS ഒക്കെ ആകുമ്പോഴത്തേക്ക് 1,10 വരെയൊക്കെ വേണ്ടി വരും ഡൗൺ പേയ്മെൻറ്റ്. ഇനി നമുക്ക് മൊത്തത്തിലുള്ള ഒരു എക്സ്റ്റീരിയർ പ്രൊഫൈലും കാര്യങ്ങളൊന്നും നോക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് എഞ്ചിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കാം. എന്ന് വെച്ചാൽ ഒന്ന് 1 ലിറ്റർ എഞ്ചിനും ഒന്ന് 1.2 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ രണ്ടിൻ്റെ എഞ്ചിൻ ബേ നോക്കിയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഏകദേശം വാഹനത്തിൻ്റെ നീളം വരുന്നത് 3655 mm ആണ് ഏകദേശം നീളം വരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ ഏകദേശം ഒരു ഫസ്റ്റ് ജനറേഷനെക്കാട്ടി ഏകദേശം ഒരു 100 mm അടുത്ത് നീളം കൂടിയിട്ടുണ്ട്. വിഡ്ത്ത് വരുന്നത് 1620 mm ആണ്. അതുപോലെ വാഹനത്തിൻ്റെ ഹൈറ്റ് കൂടിയൊരു വാഹനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം 1675 mm ആണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് പൊതുവേ മാരുതി വാഹനങ്ങൾക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 165 mm ആണ് ഏകദേശം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീൽ ബേസും അത്യാവശ്യമുണ്ട്. 2435 mm ആണ് വീൽ ബേസ് വരുന്നത്. വാഹനത്തിൻ്റെ ഏകദേശം വെയിറ്റ് കൊടുത്തിരിക്കുന്നത് 1340 കിലോഗ്രാമാണ്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ഒരു ഡൈമെൻഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് അറിയാനുള്ളത് ഒരു മെയിൻ സംഭവമാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം. ഒന്ന് 1 ലിറ്റർ എഞ്ചിനും ഒന്ന് വെച്ചാൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനും ഒന്നൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. 1 ലിറ്ററും 1.2 ലിറ്റർ എഞ്ചിനും. അപ്പം നമ്മുടെ എഞ്ചിൻ ബേ വെച്ച് തന്നെ ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു എക്സ്റ്റീരിയർ പ്രൊഫൈൽ നമുക്ക് ഈ ഒരു 1 ലിറ്റർ എഞ്ചിന് 1.2 ലിറ്റർ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഈ ഒരു ബി പില്ലർ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബി പില്ലറിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷാണ് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നതെങ്കിൽ 1 ലിറ്റർ എഞ്ചിനിൽ ആ ഒരു ബോഡി കളർ തന്നെ ആയിരിക്കും ഫിനിഷ് വരുന്നത്. ഇതാണ് ഒരു തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗം. ഇതാണ് 1 ലിറ്റർ എഞ്ചിൻ. 1 ലിറ്റർ എഞ്ചിൻ്റെ ഒരു ഡയമെൻഷനും കാര്യങ്ങളെല്ലാം നോക്കാം. ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 67 PS പവറും 90 Nm ടോർക്കുമാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി വേണ്ടുന്നവർക്ക് ഈ ഒരു എഞ്ചിൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു ക്ലിയർ നീറ്റായിട്ടുള്ള ഒരു എഞ്ചിൻ ബേ തന്നെയാണ്. കുറേ സ്പേസൊക്കെ അധികം കിടക്കുന്നുണ്ടെങ്കിലും ഒരു മാരുതിയുടെ വളരെ ഫേമസ് ആയിട്ട് അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു 0 to 100 വേണമെങ്കിൽ നമുക്കൊരു ആക്സലേഷൻ വേണമെങ്കിൽ പറയാവുന്ന ഒരു 18.6 സെക്കൻഡാണ് വേണമെങ്കിൽ ഒരു ആക്സലേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഏകദേശം മൈലേജ് വരുന്നത് 21.9 ആണ് ARI സർട്ടിഫൈഡ് മൈലേജ് വരുന്നത്. പക്ഷേ നമുക്കൊരു റിയൽ ലൈഫിൽ ഒരു 15+ മേലുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്തായാലും 15 to 18 ബിറ്റ്വീൻ ഒരു മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിൽ നിന്ന് ഈ ഒരു എഞ്ചിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ 1.2 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് 4 സിലിണ്ടർ എഞ്ചിൻ ഓപ്ഷനാണ് നമുക്ക് 1.2 ലിറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 82 PS പവറും അതുപോലെ 113 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. കണ്ടല്ലോ, നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പവറുള്ള എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസി അതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് 20.52 ആണ് ARI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മൈലേജ് വരുന്നത്. ഒരു 13 to 15 അതായിരിക്കും ഈ ഒരു വാഹനത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. അതുപോലെ സർവീസ് കോസ്റ്റ് ഏകദേശം 2 വാഹനത്തിൽ വലിയ വേരിയേഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. ഒരു 3000 തൊട്ട് 4000 വരെയുള്ള ഒരു ആനുവൽ സർവീസ് കോസ്റ്റാണ്. ഏകദേശമാണ് ഇത്, ചെറുതായിട്ട് കൂടാനും കുറയാനും എല്ലാം ചാൻസ് ഉണ്ട്. നമുക്ക് 1 ലിറ്റർ എഞ്ചിനിലും 1.2ലും പ്രൊഫൈലിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ വരാനില്ല. ആ സെയിം ഹാലജൻ ഹെഡ്ലാമ്പ് തന്നെയാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാലജൻ ഹെഡ്ലാമ്പ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് സൈഡ് ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ ഇതിനകത്ത് അത്യാവശ്യം ക്രോം ഗാർണിഷും കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഹുഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ നമ്മുടെ അത്യാവശ്യം വാഗണാറിൽ നേരത്തെ ഈ ഒരു ടൈപ്പ് ഹുഡ് തന്നെയായിരുന്നു. വലിയ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുത്തേണ്ടി വന്നില്ല. മെയിൻ ഗ്രില്ലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിലുള്ള ഒരു ക്രോം ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ക്രോം ഗാർണിഷ് ചെയ്യാം. അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മാരുതിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നമ്പർ പ്ലേറ്റ് വെക്കുന്ന ഒരു പോർഷൻ. അതുപോലെ നമ്മുടെ ബമ്പർ പോർഷൻ എല്ലാം ബോഡി കളറുടെ ആയിട്ട് തന്നെയാണ് വരുന്നത്. എയർ ഡാം പോർഷൻ ഒരു ബ്ലാക്ക് ഹൊറിസോണ്ടൽ ബ്ലാക്ക് ലൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മുടെ സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഏരിയ നമുക്ക് അവിടെ കാണാം.
സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രൊഫൈൽ വരുന്നത് 14 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. അതുപോലെ ടയർ പ്രൊഫൈൽ വരുന്നത് 165/70 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. വീൽ കപ്പ് ഉണ്ട്, ഇതിനകത്ത് വീൽ കപ്പ് ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ യാർഡിൽ കിടക്കുന്നതുകൊണ്ടാണ് വീൽ കപ്പും കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റാത്തത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കാണാം. മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ്. ഫോൾഡിങ് വരുന്നില്ല, ഫോൾഡിങ് മാനുവലി ഫോൾഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ബി പില്ലറിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യാസം രണ്ടും തമ്മിൽ വരുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡോർ ഹാൻഡിലെല്ലാം ബോഡി കളേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ഈ സി പില്ലറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു എന്താണ് ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വെർട്ടിക്കൽ പാറ്റേണുള്ള ഒരു ടെയിൽ ലാമ്പ് കാണാം. നമുക്ക് രണ്ടിലും ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. എക്സിയർ പ്രൊഫൈലിൽ കാര്യമായ വ്യത്യാസവും 1 ലിറ്ററും 1.2ലും വരുന്നില്ല. നമ്മുടെ കണ്ടല്ലോ, അത്യാവശ്യം നല്ല നീളമുള്ള ഭയങ്കര വിസിബിലിറ്റി ഉള്ളൊരു ബ്രേക്ക് ലൈറ്റാണ്. അതിൽ വിസിബിലിറ്റി നല്ലപോലുള്ള ഒരു സൈഡ് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ചെറിയ ക്രോം ഗാർണിഷും കാര്യങ്ങളും കാണാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹൈ മൗണ്ട് സ്റ്റോക്ക് ലാമ്പ് കാണാം. ഡീഫോഗർ കൊടുത്തിട്ടില്ല. മാരുതിയുടെ എസ് എന്ന് പറഞ്ഞ സുസുക്കി ലോഗോ കാണാം. വാഗണാർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, അത്യാവശ്യം അത് നല്ലൊരു ക്രോം ഗാർണിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം കാണാം. അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് പ്ലേറ്റ് പോലുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സോസ്റ്റ് കാണാം, റിഫ്ലക്ടർ കാണാം. അത്യാവശ്യം നമ്മുടെ ബേസിക് വേരിയൻ്റ് തൊട്ട് അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ ഗവൺമെൻറ് തന്നെ നമുക്ക് കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ലാഭപരമായിട്ട് നിയമപരമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അത്തരമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൂടുതൽ നമുക്ക് വാഗണാറിൽ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ABS, EBD, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, എഞ്ചിൻ ഇമ്മൊബിലൈസർ, ക്രാഷ് സെൻസർ തുടങ്ങിയ ഫീച്ചേഴ്സാണ് മെയിനായിട്ട് വാഗണാറിൽ കാണുന്നത്. പിന്നെ എയർ ബാഗ് ഇതിനകത്ത് ഒരെണ്ണമാണ് വരുന്നത്. ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്കാണ് നമുക്ക് 2 എയർ ബാഗ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഹെഡ് ലൈറ്റ് ഓൺ വാണിംഗ് എന്ന് വെച്ചാൽ വണ്ടി ക്രാഷ് ആയതിനു ശേഷം ഒരു വാണിംഗ് ലൈറ്റ് ഹെഡ് ലാമ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഹെഡ് ലാമ്പ് ഓൺ വാണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ വാഗണാർ VXI 1 ലിറ്ററും 1.2 ലിറ്ററിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ 1 ലിറ്ററിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ല എന്ന് പറയണ്ട. ഇതാണ് 1 ലിറ്ററിൻ്റെ ഇൻറ്റീരിയർ. ഒരു മാറ്റവും ഇല്ല, സെയിം ഡിറ്റോ ആണ്. നമ്മുടെ നേരത്തെ കണ്ട ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, ഇതൊരു മാനുവൽ വേരിയൻ്റ് ആണ്. ഇത്രയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ കീ ഇതിനകത്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. കീ ഊരുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് നിന്നു. അപ്പോൾ അങ്ങനെ ഒരു റിമൈൻഡർ ഫംഗ്ഷൻ നമുക്ക് ഉണ്ട്, അത് നേരത്തെ പറഞ്ഞില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ 2 വാഹനത്തിൻ്റെ വിശേഷങ്ങളും. അപ്പം ബെറ്റർ എഞ്ചിൻ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒന്ന് 4 സിലിണ്ടർ, ഒന്ന് 3 സിലിണ്ടറാണ്. അപ്പം 4 സിലിണ്ടറാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ബെറ്റർ എഞ്ചിൻ. ചെറിയൊരു ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഒരു വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം സെയിലുള്ള ഒരു സെഗ്മെൻറ്റും ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. പിന്നെ VXI എന്ന് പറഞ്ഞാൽ മാരുതിയുടെ പണ്ട് തൊട്ടേ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ്. സെയിലുള്ള വേരിയൻറ്റ് സെഗ്മെൻറ്റ് കൂടിയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പിന്നെ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നവാസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാരുതിയിലെ. അപ്പോൾ നവാസിനെ വിളിച്ചു കഴിഞ്ഞാലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതാണ് എന്ന് വെച്ചാൽ ഓഫറും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ മന്ത് വൈസ് ഓഫർ ചേഞ്ച് ഉണ്ടാവും. അപ്പം ഇപ്പം നെക്സ്റ്റ് ഇതിപ്പം മെയ് ആണ്. അടുത്ത മാസം കാണുന്നവർക്ക് ഈ ഓഫർ ആയിരിക്കത്തില്ല വരുന്നത്. അപ്പം പ്രൈസിലും വേരിയേഷനൊക്കെ ഉണ്ടാവാം, ഓൺ റോഡ് പ്രൈസിൽ. അപ്പം അതൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ടില്ല, ഇപ്പം തന്നെ ഒരുപാട് വലിച്ചു നീട്ടി. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.